നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്താവളങ്ങൾ വഴിയുള്ള മയക്കുമരുന്ന് കടത്തും സ്വർണ്ണക്കടത്തും അത് വലിയ അളവിൽ തന്നെ പല മേഖലകളിലും നടക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കേരളത്തിലടക്കം വിമാനത്താവളങ്ങൾ വഴി വലിയ അളവിൽ സ്വർണം എത്താറുണ്ട്. അത് കസ്റ്റംസ് പിടികൂടുന്ന അത് പല രൂപത്തിലാണ്. കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിക്കാനായിട്ട് പല രൂപത്തിലാണ് ഇത്തരത്തിൽ സ്വർണം കടത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ സ്വർണം മാത്രമല്ല, പലപ്പോഴും ഈ കടത്തു മൃഗങ്ങളെയും ഇത്തരത്തിൽ മറ്റു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടത്തുന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പാമ്പുകൾ, അതുപോലെ തന്നെ ആമകൾ, അതുപോലെ കുരങ്ങൻ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മൃഗങ്ങളെ, വംശനാശം നേരിടുന്ന മൃഗങ്ങളെ കടത്തുന്നതും ഒരു പതിവാണ്. ഏതായാലും ഇപ്പോൾ കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ജോമോ കെനിയാട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 2000-ലധികം റാണി ഉറുമ്പുകളെ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിച്ചതിനെ ഒരു ചൈനീസ് പൗരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ നടന്ന സുരക്ഷാ പരിശോധനയ്ക്കിടെ ചൈനീസ് പൗരനായ ഷാങ് ക്വെക്കിന്റെ ബാഗേജിൽ നിന്ന് ചൈനയിലേക്ക് കടത്താൻ ശ്രമിച്ച 2000-ഓളം ജീവനുള്ള ഉറുമ്പുകളെ കണ്ടെത്തുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ഉടമ്പടി പ്രകാരം ഉറുമ്പുകൾ സംരക്ഷണ വിഭാഗത്തിൽ പെടുന്നു. അതിനാൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കുള്ള അവയുടെ വ്യാപാരം കുറ്റകരമാണ്. കെനിയ വൈൽഡ് ലൈഫ് സർവീസ് യൂറോപ്പിലും ഏഷ്യയിലും മെസോർ സെഫാലോട്ടുകൾ എന്നറിയപ്പെടുന്ന പൂന്തോട്ട ഉറുമ്പുകളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചും കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഉറുമ്പുകളെ ശേഖരിക്കുന്നവർ അവയെ വളർത്തുമൃഗങ്ങളായി വളർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു ഈ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം കെനിയയിൽ വെച്ച് ഒരു ഉറുമ്പുകടത്ത് ശൃംഖലയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഘവുമായി ഷാങ് ക്വെക്കിന് ബന്ധമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചെന്നും റിപ്പോർട്ടുണ്ട്. കടത്താൻ ശ്രമിച്ച ഉറുമ്പുകൾ ഭീമൻ ആഫ്രിക്കൻ കൊയ്ത്ത് യന്ത്ര ഉറുമ്പുകളായിരുന്നു. അവ പാരിസ്ഥിതികമായി ഏറെ പ്രധാനപ്പെട്ടതാണെന്നും KWS പറഞ്ഞു. ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവയെ നീക്കം ചെയ്യുന്നത് മണ്ണിന്റെ ആരോഗ്യത്തെയും ജൈവ വൈവിധ്യത്തെയും തകർക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. യൂറോപ്പിലെയും ഏഷ്യയിലെയും വിദേശ വളർത്തുമൃഗ വിപണികളും സമ്പന്ന ഭവനങ്ങളുമാണ് ഇത്തരം കടത്ത് സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. റാണി ഉറുമ്പിന്റെ പങ്ക്. ഒരു ഉറുമ്പ് കോളനിയുടെ മാതാവാണ് രാജ്ഞി. മുട്ടയിടുക എന്നത് മാത്രമാണ് ഇവയുടെ പ്രധാന ജോലി. 6000-ലധികം മുട്ടകൾ വരെ ഇവ ഒരു ദിവസം ഇട്ടേക്കാം. ആയുർദൈർഘ്യം ഒരു റാണി ഉറുമ്പ് ഏകദേശം 15 വർഷം വരെ ജീവിക്കാറുണ്ട്. എന്നാൽ ചില വർഗ്ഗങ്ങൾ 30 വർഷം വരെ ജീവിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രജനന കാലത്ത്, സാധാരണയായി മഴക്കാലത്തിന് മുമ്പുള്ള വേനൽക്കാലത്ത്, പുതിയ രാജ്ഞിമാർക്കും ആണുറുമ്പുകൾക്കും ചിറകുകൾ ഉണ്ടാകും. ഇതിനെ ഫ്ലൈയിങ് ആൻഡ് ഡേ എന്ന് വിളിക്കുന്നു. ഇണചേരലിന് ശേഷം രാജ്ഞി സ്വന്തം ചിറകുകൾ പിച്ചിക്കളയുകയും പുതിയൊരു കോളനി തുടങ്ങാൻ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. സാധാരണ തൊഴിലാളി ഉറുമ്പുകളേക്കാൾ വലിപ്പമേറിയ ശരീരവും വലിയ ഉദരഭാഗവും രാജ്ഞി ഉറുമ്പുകൾക്കുണ്ടാകും. ഇവ സസ്യങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാറില്ലെങ്കിലും ചെടികളിലെ നീരൂറ്റി കുടിക്കുന്ന മൂഞ്ഞകളെ സംരക്ഷിക്കുന്നത് വഴി ചെടികൾക്ക് പരോക്ഷമായി ദോഷം ചെയ്തേക്കാം. ഷാങ് ക്വെക്കിന്റെ ബാഗേജിൽ ചില ഉറുമ്പുകളെ ടെസ്റ്റ് ട്യൂബുകളിലും മറ്റു ചിലതുകളെ ടിഷ്യൂ പേപ്പർ റോളുകളിലും ഒളിപ്പിച്ച് കടത്തുകയായിരുന്നുവെന്നും സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. സ്വകാര്യ ലഗേജിൽ നിന്നും പ്രത്യേക ടെസ്റ്റ് ട്യൂബുകളിൽ പാക്ക് ചെയ്ത നിലയിൽ 1948 പൂന്തോട്ട ഉറുമ്പുകൾ കണ്ടെത്തി. ഒപ്പം 3 ടിഷ്യൂ പേപ്പറിന്റെ റോളുകളിൽ ഒളിപ്പിച്ച നിലയിൽ 300 ജീവനുള്ള ഉറുമ്പുകളെ കൂടി കണ്ടെത്തി. ഷാങ്ങിന്റെ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അനുമതിയും അന്വേഷണ സംഘം തേടി. ഉറുമ്പുകളെ പിടികൂടുന്നുണ്ടെന്ന് സംശയിക്കുന്ന മറ്റ് കെനിയൻ പട്ടണങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ മെയ്യിൽ ആയിരക്കണക്കിന് ജീവനുള്ള റാണി ഉറുമ്പുകളെ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിച്ചതിന് 2 ബെൽജിയക്കാരെയും ഒരു വിയറ്റ്നാമീസ് പൗരനും ഒരു കെനിയൻ പൗരനെയും കെനിയൻ കോടതി 1 വർഷം തടവോ 5800 പൗണ്ട്, അതായത് ഏതാണ്ട് 6 ലക്ഷം രൂപയോളം പിഴയോ വിധിച്ചിരുന്നു. ഇതായിരുന്നു കെനിയയിൽ ഉറുമ്പ് കടത്തുമായി ബന്ധപ്പെട്ട ആദ്യ കേസ്. അന്നത്തെ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഷാങ്ങനും. ഇയാൾ ഇന്ന് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടതാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. മെസോർ സെഫാലോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ ഭീമൻ ഉറുമ്പുകൾ ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇവയെ നീക്കം ചെയ്യുന്നത് മണ്ണിന്റെ ആരോഗ്യത്തെയും ജൈവ വൈവിധ്യത്തെയും ദോഷകരമായി ബാധിക്കും. കഴിഞ്ഞ വർഷം കെനിയയിൽ പിടിയിലായ അന്താരാഷ്ട്ര ഉറുമ്പുകടത്ത് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് ഷാങ് ക്വെക്കൻ എന്ന കെനിയൻ വൈൽഡ് ലൈഫ് സർവീസ് കോടതിയെ അറിയിച്ചു.
അന്ന് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ട ഇയാൾ ഇപ്പോൾ വീണ്ടും പിടിയിലാവുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള കടത്തു സംഘങ്ങൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ പുറം രാജ്യത്തൊക്കെ തന്നെ സജീവമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വാണിജ്യ പ്രാധാന്യമുള്ള തരത്തിൽ എന്തെങ്കിലും വംശനാശം നേരിടുന്ന ചെറിയ പ്രാണിയോ ജീവിയോ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മൃഗങ്ങളെ കടത്തുന്നത് കുറ്റകരമാണ്. അത് എല്ലാ രാജ്യത്തും പലതരത്തിലാണ് ശിക്ഷാരീതികൾ. അത്തരത്തിലുള്ള പല ശിക്ഷാരീതികളൊക്കെ തന്നെ ഒരു ഭയമില്ലാതെയാണ് ഇത്തരത്തിൽ മൃഗങ്ങളെ വലിയ അളവിൽ തന്നെ കടത്തുന്നത്. പക്ഷെ അതൊക്കെ തന്നെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട്.